ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. യഹോവയുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളെ പഠിപ്പിക്കുവാനും മാറ്റമില്ലാത്ത സത്യവചനത്തെ നിങ്ങൾക്ക് ഗ്രഹിപ്പിക്കുവാനും എന്നെ ആത്മാവ് വിളിച്ച് വേർതിരിച്ച് വചനത്തിന്റെ ആഴമായ വെളിപാട് പുസ്തകത്തിന്റെ പൊരുളുകൾ തിരിച്ചു തരേണ്ടതിനാണ് അടിയനെ പഠിപ്പിച്ച കർത്താവിനായ സ്തോത്രം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകൾ നമ്മൾ പഠിക്കുകയുണ്ടായി വെളിപാടിന്റെ പുസ്തകത്തിന്റെ 17 പല ഭാഗങ്ങളും. എന്നാൽ അതിൻ്റെ അത് ചില കാര്യങ്ങൾ നമ്മൾ വായിച്ചു നോക്കി, ബൈബിളിന്റെ പല ആഴങ്ങളിൽ നമ്മൾ ഇറങ്ങി നോക്കുകയും പഠിക്കുകയും ചെയ്തു. ചിലത് നമ്മളുടെ മനസ്സിൽ ഗ്രഹിക്കത്തില്ല. 17 1 മുതൽ 6 വരെ നമ്മൾ വായിച്ചു. ദ പേഗൻ റോം, അവരുടെ മിലിറ്ററി ശക്തികളും അധികാരങ്ങളും അവരുടെ ചതിയും വഞ്ചനയും മനുഷ്യനെ അടിമകളാക്കി അടിമത്തത്തിലോട്ട് കൊണ്ടുവന്ന ഒരു സാഹചര്യം. അവരുടെ ദൈവങ്ങളെ ആരാധിക്കാനും വിഗ്രഹങ്ങളെ ആരാധിക്കാനും മ്ലേച്ഛതകളെ ആരാധിച്ച് അതിന്റെ മനുഷ്യന്റെ ഒരു കൾച്ചറായിട്ട് മാറ്റിയെടുക്കും. ഒരു സ്വഭാവത്തിന്റെ രൂപങ്ങൾ മാറ്റി അവർക്കിഷ്ടതുപോലെ നമ്മളെ നയിപ്പിച്ച് ദൈവമക്കളെ ദൈവത്തിന് എതിരായിട്ട് തന്നെ നിർത്തിക്കൊണ്ട്, ഇതൊന്നുമില്ല ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ മനുഷ്യൻ മോഡേൺ ആയിക്കൊണ്ടിരിക്കുമ്പോൾ അവർ നേച്ചർ ഓൾസോ ചേഞ്ചസ് എന്ന് പഠിപ്പിച്ച് അത് നമ്മുടെ ഭാഗമായി തീർത്ത് മ്ലേച്ഛതയെ ചെയ്യുവാൻ വേണ്ടി നമ്മളെ ട്രെയിൻ ചെയ്തെടുപ്പിക്കുന്ന ഒരു ഭാഗം നമ്മൾ വായിക്കുകയുണ്ടായി. ദ പ്രാക്ടീസസ് ഓഫ് സെക്ഷൽ ഇമ്മോറാലിറ്റീസ്, അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി. മദ്യപാനം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി. സിഗരറ്റ് വലി ഒരു ഭാഗമായി. സ്ത്രീഭോഗങ്ങൾ ഒരു ഭാഗ്യവും ആചാരമല്ല, ഒരു സന്തോഷത്തിന്റെ അല്ലെങ്കിൽ ഒരു ആഡംബരത്തിന്റെ അകത്തുള്ള ഒരു ഭാഗമായി തീർത്ത് അങ്ങ് റോമൻസും ചൈനീസും അതിലോട്ട് കടന്നതുകൂടി ലോകത്തിന്റെ സകല ഭാഗങ്ങളും അതിലോട്ട് കടക്കേണ്ടതായിട്ട് വന്നു. ഇന്ന് നോക്കുമ്പോൾ ലിവിങ് ടുഗദർ ഒരു വലിയ സ്റ്റൈലായിട്ട് തന്നെ മാറി. ആർക്കും ആരുടെ കൂടെ ഒരുമിച്ച് ജീവിക്കാം, വിവാഹം കഴിക്കണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ ഒരുമിച്ച് താമസിച്ച് നമുക്ക് അങ്ങോട്ട് അന്യോന്യവും എല്ലാം കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടാൽ മുമ്പോട്ട് പോകാം, ഇല്ലെങ്കിൽ വേണ്ടത്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മൾ പഠിച്ചില്ലോ. ദൈവം നമ്മളെ പഠിപ്പിച്ചുകൊണ്ട് വേർതിരിച്ച് നമ്മളെ അതിൽ നിന്ന് മാറ്റിയെടുക്കുകയാണ് ദൈവം ചെയ്യുന്നത്. വെളിപാടിന്റെ 17 7 മുതൽ 14 വരെ നമ്മൾ വായിക്കുകയാണെങ്കിൽ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ദൂതൻ എന്നോട് പറഞ്ഞത്, നീ ആശ്ചര്യപ്പെടുന്നതെന്ത്? ഈ സ്ത്രീയുടെയും 7 തലകളും 10 കൊമ്പുകളും ഉള്ളതായി അവളെ ചുമക്കുന്ന മൃഗത്തിന്റെയും മർമ്മം ഞാൻ പറഞ്ഞു തരാം. നീ കണ്ട മൃഗമോ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും ഇനി അഗാധത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകുവാനിരിക്കുന്നതുമാകുന്നു. അപ്പൊ ഈ സ്ത്രീയെ പറ്റി എന്താണ് പറയുന്നത്? നീ കണ്ട മൃഗമോ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും. പണ്ടേ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ലാത്തതും ഇനി അഗാധത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകുവാനിരിക്കുന്നതുമാകുന്നു. കണ്ടോ, അത്ര എക്സ്പ്ലനേഷൻ അതിനെ പറ്റി പറഞ്ഞിരിക്കുന്നു. വായിച്ചു. ഉണ്ടായിരുന്നതും ഇല്ലാത്തതും വരുവാനുള്ളതുമായ മൃഗത്തെ ലോകസ്ഥാപനം മുതൽ ജീവപുസ്തകത്തിൽ പേര് എഴുതപ്പെട്ടിട്ടില്ലാത്ത ഭൂവാസികൾ കണ്ട് അതിശയിക്കും. ഭൂവാസികൾ കാണുമ്പോഴാണ് അതിശയിക്കുന്നത്. ഇത് ആരാന്ന് മനസ്സിലാക്കി അവര് ഞെട്ടിപ്പോവും. ഇതായിരുന്നു ദൈവം നമ്മളോട് നേരത്തെ തന്നെ നമ്മളെ വാൺ ചെയ്തിരുന്ന കാര്യങ്ങൾ. ഇവിടെ ജ്ഞാനബുദ്ധിയുണ്ട്. ഇവിടെയാണ് ജ്ഞാനം എവിടുന്ന് വരും? ദൈവത്തിൽ നിന്ന്. ദാറ്റ് ഈസ് ജ്ഞാനം എന്ന് പറയുന്നത് തന്നെ, ദ വിസ്ഡം ഓഫ് ഗാഡ് എന്ന് പറയുന്നത് തന്നെ അതാണ്. ദ ഒറക്കിൾ ഓഫ് ഗാഡ്, യഹോവയുടെ വായിൽ നിന്നും വരുന്ന വാക്കുകൾ. അത് നമുക്ക് ജ്ഞാനം തരുന്നു, പരിജ്ഞാനത്തിലൂടെ കടത്തുന്നു. നമ്മുടെ മനസ്സുകളെ മാറ്റി, അൺകോൺഷ്യസ് മൈൻഡിനെ മാറ്റി. അൺകോൺഷ്യസ്നെസ് അറിവില്ലായ്മ കൊണ്ടാണ്. അതെല്ലാ മനുഷ്യനും വസിക്കുന്നു, ഉണ്ടായിരിക്കുന്നു. അതിൽ നമ്മൾ അത് നിറയ്ക്കുന്നത്, ഈ ലോകത്തിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ നിറച്ചത് കോൺഷ്യസ് ആകും. പക്ഷെ നമ്മുടെ ഉള്ളത്തിൽ ദൈവം ഒരു സൂപ്പർ കോൺഷ്യസ് മൈൻഡ്, ദൈവത്തിന്റെ മനസ്സുകൾ നമ്മുടെ ഉള്ളത്തിൽ ഇട്ടിരിക്കുന്നത്, അത് തുറക്കുവാനുള്ള കീ ആണ് ഈ വെളിപാട് പുസ്തകം എന്ന് പറയുന്നത്. ഒറക്കിൾ ദാറ്റ് ഗോഡ് സ്പോക്ക്. വായിച്ചു. തലകൾ 7 സ്ത്രീ ഇരിക്കുന്ന 7 മലകളാകുന്നു. തലകൾ 7 സ്ത്രീ ഇരിക്കുന്ന 7 മലകളാണ്. 7 മലകളാണ് ഈ തലകൾ 7 പറ്റി പറഞ്ഞിരിക്കുന്നത്. അവ 7 രാജാക്കന്മാരുമാകുന്നു. അവര് 7 രാജാക്കന്മാരും ഉണ്ട്. 5 പേര് വീണുപോയി, ഒരുവനുണ്ട്, മറ്റവൻ ഇതുവരെ വന്നിട്ടില്ല. 5 പേര് വീണുപോയി, ഒരുവനുണ്ട്, മറ്റൊരുവൻ ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ 5 പേര് വീണെങ്കിലും ഒരാൾ നിൽപ്പുണ്ട്. വന്നാൽ പക്ഷെ ഇനി ഒരാൾ വരുവാനുമുണ്ട്. വന്നാൽ പിന്നെ അവൻ കുറഞ്ഞൊന്നിരിക്കേണ്ടതാകുന്നു. അത് കുറച്ചു നേരം ഒന്ന് ഇരിക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞു വരുമ്പോൾ ഈ മൃഗം
7 തലയുള്ള ഈ ഒരു മൃഗം എന്ന് പറഞ്ഞ് 7 മലകളാകുന്നു. അത് 7 മലകൾ എന്ന് പറയുന്ന റോം നിൽക്കുന്ന ഭാഗത്തെ പറ്റിയുള്ള ജിയോഗ്രാഫിക്കൽ ഡീറ്റെയിൽസ് ആണത്. അവിടെ 7 രാജാക്കന്മാരും ഉണ്ട് എന്ന് പറയുമ്പോൾ 7 തരത്തിലുള്ള രാജാക്കന്മാർ ഭരിക്കുന്ന 7 ടൈപ്പ് ഓഫ് ഗവൺമെന്റിനെ പറ്റിയാ പറയുന്നത്. എന്നാൽ അതിൻ്റെ അകത്ത് 5 എണ്ണം വന്നു, അത് തകർന്നു പോയി, വചനം പറഞ്ഞ പോലെ തന്നെ. പക്ഷെ ഒരാളിപ്പോ രാജാവായിട്ടിരിക്കുന്നു. എന്നാൽ ഒന്ന് വരാനുണ്ട് ഇനി എന്ന് അന്ന് പറഞ്ഞിരിക്കുന്നു. ഒന്ന് വരാനുണ്ട് എന്ന് പറഞ്ഞാൽ വായിച്ചു. ഉണ്ടായിരുന്നതും ഇല്ലാത്തതുമായ മൃഗം, ഉണ്ടായിരുന്ന, അത് ആദ്യം ഉണ്ടായിരുന്നതും ഇപ്പൊ ഇല്ലാത്തതുമായിട്ടുള്ള ഒരു മൃഗം ഇപ്പൊ ഇല്ല. ആ മൃഗം 8ാമത്തവനും 7 പേരിൽ ഉൾപ്പെട്ടവനും തന്നെ. 8ാമത്തവനും, എന്നാൽ ഇവൻ 7 പേരിൽ ഉൾപ്പെട്ടവനാ. അവൻ നാശത്തിലേക്ക് പോകുന്നു. നീ കണ്ട 10 കൊമ്പുകൾ. അപ്പൊ എന്ന് പറയുമ്പോൾ നീ കണ്ട 10 കൊമ്പുകൾ 10 രാജാക്കന്മാർ. അവർ ഇതുവരെ രാജ്യത്വം പ്രാപിച്ചിട്ടില്ല. എന്നാൽ മൃഗത്തോടൊന്നിച്ച് ഒരു നാഴിക നേരത്തേക്ക് രാജാക്കന്മാരെ പോലെ അധികാരം പ്രാപിക്കും. എന്ന് വെച്ചാ മൃഗത്തിന്റെ അധികാരത്തിൽ പാപ്പൽ അടിസ്ഥാനത്തിൽ വളർന്നു വന്ന ഇവരെ കുറച്ചു നാളത്തേക്ക് കണ്ടില്ലെങ്കിലും വീണ്ടും അത് 8ാമത്തെ ഗവർണറായിട്ട് പൊങ്ങി വരും. എന്നിട്ട് വീണ്ടും വിഗ്രഹങ്ങൾ ഉണ്ടാക്കി അതിനെ ആരാധിക്കാൻ പറയും. എന്ന് വെച്ചാൽ അവന്റെ ചില കൽപ്പനകൾ കൊണ്ടുവരും. ഈ 10 കൊമ്പുകൾ എന്ന് പറയുന്നത് 10 രാജാക്കന്മാരും. അവർക്ക് രാജ്യമില്ല, അവർ പൊങ്ങത്തില്ല. ഇനി എപ്പോ വരെ റോമൻ സാമ്രാജ്യം തകർന്നു പോകുന്നത്, അത് മ്ലേച്ഛതയുടെ അധികാരം വീഴുന്നത് വരെ. ഇവർ ഒരേ അഭിപ്രായമുള്ളവർ. അപ്പൊ ഇനി വരാനുള്ളതാണ്. അവരെല്ലാം ഒറ്റ അഭിപ്രായം. പക്ഷെ വരാനുള്ള ഒരാളുണ്ട്, ഒരു പുതിയ ഗവൺമെന്റ് ഉണ്ട്, പുതിയ അധികാരമുണ്ട്. അത് യേശുക്രിസ്തു വന്ന് തിരിച്ച് ഇവരെല്ലാം തകർത്ത് യേശു വന്ന് റൂൾ ചെയ്യണം. വചനമായ ക്രിസ്തു എന്ന് പറഞ്ഞ്, ഇമ്മാനുവൽ എന്ന് പറഞ്ഞ് വെളിച്ചം വന്ന് അധികാരത്തോടുകൂടി ശക്തിയോടുകൂടി ഭരിക്കണം. ആരുടെ കൂടെ? അവന്റെ മക്കളുടെ കൂടെ, നീതിമാന്മാരുടെ. ആൻഡ് ഓൾ അതർ വിൽ ബി പുട്ട് അണ്ടർ ദ ഫീറ്റ്. അപ്പൊ അതിന്റെ ദ റീസൺ ഫോർ ദ വിക്ടറി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, that he is a king of kings and he is a lord of kings. അപ്പൊ കിങ് ഓഫ് സകല രാജാക്കന്മാരുടെ രാജാവും ലോർഡ്സിന്റെ ലോർഡുകളും വന്നെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ കാര്യം നടക്കും. അപ്പൊ ക്രിസ്തു വരുന്നു, നമ്മളിൽ വസിച്ചു, നമ്മൾ രാജാക്കന്മാരായിട്ട് ഇരുന്നു കൊണ്ട്, ക്രിസ്തു രാജാതിരാജനായിട്ടിരുന്നത് കൊണ്ട് ലോകം ഭരിക്കും. ദ സുപ്രീമസി, ദ ഡൊമിനിയൻ ആൻഡ് പവർ ഓഫ് ഓൾ തിങ്സ്, സകലതിനെയും കർത്താവിന്റെ കരങ്ങളുടെ കീഴെക്കൊണ്ട്. ഇവർ ഒരേ അഭിപ്രായമുള്ളവർ. തങ്ങളുടെ ശക്തിയും അധികാരവും മൃഗത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു. അവർ കുഞ്ഞാടിനോട് പോരാടും. കുഞ്ഞാടിനോട് അവരുടെ പോരാട്ടം. താൻ കർത്താതി കർത്താവും രാജാതി രാജാവും ആകുന്നത് കൊണ്ട് കുഞ്ഞാട് തന്നോട് കൂടെയുള്ള വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും ഇതൊരു വലിയൊരു ഭാഗമാണ്. വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായി അവരെ ജയിക്കും. അപ്പൊ ഇതൊരു യുദ്ധമാണ്, ഒരു യുദ്ധ പോർക്കളത്തിനെ പറ്റിയാണ് ഈ പറയുന്നത്. ആരാണ്? കുഞ്ഞാടും കുഞ്ഞാടിന്റെ കൂടെ ഉള്ളവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും. ഈ 10 രാജാക്കന്മാർ ഒരുമിച്ച് ഒറ്റക്കെട്ട ഒരു മനസ്സോടി കൂടിയുള്ളവരാണ്. അവരെ എല്ലാം തകർക്കും. അത് റോമ സാമ്രാജ്യത്തിന്റെ അടിസ്ഥാനത്തിൽ യൂറോപ്യൻ യൂണിയനെ പറ്റിയാണ് ഈ പറയുന്നത്. എന്ന് വെച്ചാൽ പണ്ട് യൂറോപ്പ് പൊങ്ങിയെങ്കിലും റോം പൊങ്ങി, പിന്നെ യൂറോപ്പ് പൊങ്ങി, പിന്നെ അത് മാറി യൂറോപ്യൻ യൂണിയൻ ഒരുമിച്ച് പോകും. അതൊന്നുകൂടെ ശക്തമായിട്ട് നമ്മൾ അതിനെപ്പറ്റി ഹിസ്റ്റോറിക്കലി പഠിക്കുകയാണെങ്കിൽ which is called as a power of beast. ഒന്നിന്റെ പുറകെ ഒന്ന് അവൻ പല രീതികളിൽ വളരെ മോഡേൺ ആയിട്ടും ഭരിക്കും. അവിടെ എപ്പോഴും സ്ത്രീയാണ് ഭരിക്കുന്നത്, ജിസബൽ. അപ്പോൾ അവിടെ ഈ ഏഞ്ചല് ഹു ഈസ് എക്സ്പ്ലെയിനിങ് അതിന്റെ അർത്ഥം എന്തുവാണെന്നും അത് മൃഗമാണെന്നും മൃഗത്തിന്റെ സകല പ്രവൃത്തികളെയും പറ്റിയാണ് ഈ പറയുന്നത്. ഇറ്റ് പ്ലേസ് പ്രോസ്റ്റിറ്റ്യൂഷൻ. ദൈവത്തിന്റെ വചനത്തിന്റെ മ്ലേച്ഛതകളെ വളർത്തിയിടുന്നു. എതിർ ക്രിസ്തു ആരുടെ ശക്തിയോടുകൂടി? സാത്താന്റെ ശക്തിയോട്. സാത്താൻ പുറകിൽ നിന്ന് കളിക്കുന്നു.
ക്രിസ്തുവിന്റെ പേര് പറഞ്ഞിട്ട് ക്രിസ്തുവിനെ പോലെ തന്നെ, ക്രിസ്തുവിനെക്കാട്ടിലും ഹമ്പിൾ അഭിനയിച്ചുകൊണ്ട് വെളിച്ചദൂതനായ എതിർ ക്രിസ്തു മാനവജാതിയുടെ അല്ലെ ഹ്യൂമൻ സൊസൈറ്റി പിടിച്ച് കൺട്രോളിൽ കൊണ്ടുവരും. അവരെ വിശ്വസിപ്പിക്കും വ്യാജത്തിൽ. അവന്റെ ശക്തി ഉപയോഗിച്ച് ദൈവത്തിന്റെ അധികാരത്തിനെതിരെ അവൻ യുദ്ധം ചെയ്യും. വെറുതെ ഇരിക്കുന്നവനല്ല. ഹി അറ്റാക്സ് ഓൺ ഗോഡ്സ് പീപ്പിൾ ഫോർ എ പീരിയഡ്. എന്നാൽ ഈ യുദ്ധം വലിയൊരു പോർക്കളമായിട്ട് മാറും. അവസാനം ഗോഡ് വിൽ ഡിസ്ട്രോയ്, എല്ലാത്തിനെയും തകർത്തുകളെ. വിശ്വാസികൾ, യോഹന്നാൻ പറയുന്നത്, പല കാര്യങ്ങളും അവര് ചിന്തിക്കുകയില്ല. ന്യൂറോയുടെ ഡെത്ത്, നമ്മള് റോമാ സാമ്രാജ്യത്തിൽ പഠിക്കുമ്പോൾ ന്യൂറോയുടെ ഡെത്ത്, കാലിഗുളയും ന്യൂറോയും അവരുടെ ഡെത്ത്, സീസർ, അതുകൊണ്ടൊന്നും കാര്യങ്ങള് നിന്നില്ല. പെർസിക്യൂഷൻ, പുതിയ തരത്തിലുള്ള പെർസിക്യൂഷൻ അണ്ടർ ദ എംപറർ ഡൊമിറ്റാൻ. ക്രിസ്തുവിനെ പോലെ ക്രിസ്തുവിൽ വിശ്വസിച്ചവരുടെ മുമ്പിൽ അവൻ അധികാരങ്ങൾ കാണിച്ചുകൊണ്ട് ന്യൂറോ തിരിച്ച് ജീവനുള്ളവായിട്ട് വന്ന് മനുഷ്യനെ അടിമത്തത്തിലൂടെ കടത്തുകയാണ്. ഫസ്റ്റ് സെഞ്ചുറി റോം, they had a very advanced civilization and organized opposition to God. വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് വളർന്ന ഒരു രാജ്യം. ഇപ്പൊ അമേരിക്ക എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, പല രാജ്യങ്ങളും എടുത്തു, വളരെ അഡ്വാൻസ് സ്റ്റേജിൽ കിടക്കുന്ന രാജ്യം, അല്ലെ അഡ്വാൻസ് ആയിട്ട് കിടക്കുന്ന പല ക്രിസ്തീയ രാജ്യങ്ങളും, ക്രിസ്ത്യൻസ് എന്ന് പറയുന്ന രാജ്യങ്ങളും വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് they are opposing God's kingdom. ദൈവത്തിന്റെ കൽപ്പനകളെ പൂർണ്ണമായിട്ട് ത്യജിച്ച് കളയുന്നവർ ഒപ്പോസ് ചെയ്യുവാണ്. റിബെല്യൻ ഈസ് വിച്ച്ക്രാഫ്റ്റ്, ഡിസൊബീഡിയൻസ് ഈസ് ആംബുഷ്. അത് ഇറ്റ്സ് എ ക്ലിയർ എക്സ്പ്രഷൻ ആണ്. ആന്റി ക്രൈസ്റ്റ്, the anti-God spirit that is being symbolized by the beast. The prostitute, the Babylon, മഹദിയം ബാബിലോൺ. 7 തലകൾ ഈ മൃഗത്തിന്റെ ഉണ്ടെങ്കിലും അത് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന പറഞ്ഞാൽ 7 മലകളെ റെപ്രസെന്റ് ചെയ്യുന്നു, 7 രാജ്യങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്നു, 7 രാജാക്കന്മാരെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ 7 രീതിയിലുള്ള ഭരണ അടിസ്ഥാനത്തെയും റെപ്രസെന്റ് ചെയ്യും. വിച്ച് ഓൾ റൂബിലെ സിംബലൈസ് ദ സ്ട്രെങ്ത് ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് റോം. ഈ സൊസൈറ്റി ഉള്ള ജനത്തിന്റെ കളക്റ്റീവായിട്ടുള്ള സെൽഫ് സഫിഷ്യൻസി ഇൻക്രീസ്, ദൈവത്തിന്റെ അവർ വളരും തോറും ദൈവത്തിന്റെ എതിരെ നിൽക്കുവാൻ പഠിപ്പിക്കും, ദൈവത്തെ മറക്കാൻ പഠിപ്പിക്കും. അപ്പൊ നമ്മളുടെ വിഷൻസ് ചിലത് മനസ്സിലാക്കുവാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടുള്ള സമയത്ത് നമുക്ക് വേണ്ടി അയക്കുന്ന ദൂതന്മാർ, മനുഷ്യ ദൂതന്മാരെ അയക്കും, ആത്മാവിന്റെ. അവര് ഇത് വന്ന് നമ്മളെ പഠിപ്പിക്കുവാനായിട്ട് വരും. വൺ ഈസ് സെറ്റ് ടു അപ്പിയർ, ഇനി ഒന്നുകൂടെ വരാനുണ്ട്. ആൻഡ് ഹി വിൽ ബി റീപ്ലേസ്ഡ് ബൈ ദ 8th. അവനൊന്നുകൂടെ സാത്താന്റെ ശക്തിയെ കൂടുതലായിട്ട് പഴയതിനെക്കാട്ടിലും കാണും. പക്ഷെ ദൈവം അതിനെ നശിപ്പിച്ചു. അതാണ് യൂറോപ്പും അമേരിക്കയും ജപ്പാനും ഈജിപ്തിനും ഒക്കെ എടുത്തു നോക്കിയത്. അപ്പൊ ഈ ഫസ്റ്റ് സെഞ്ചുറി നമ്മൾ എടുത്തു നോക്കുമ്പോൾ ക്രിസ്ത്യൻസ് നിന്ന് വിളിക്കപ്പെടുന്ന അവരെ പറ്റിയുള്ള ആ പേരുണ്ടെങ്കിൽ തന്നെ പെർസിക്യൂഷനോട്ട് കടന്നു. പല എംപറേഴ്സിന്റെ, പല ചക്രവർത്തിമാരുടെ കീഴിലുള്ള അധികാരത്തിൽ സംശയം വേണ്ട. ദ ക്ലൈമാക്സ് ഓഫ് ദ ഈവിൾ അറ്റ് ദ എൻഡ് ഓഫ് ദി ഏജ് വിൽ ഗിവ് വിഷൻ. അവസാന കാലഘട്ടത്തിൽ പുതിയ പുതിയ വിഷനുകൾ പൊക്കിയെടുത്തോണ്ട് വരും, പുതിയ പുതിയ ഐഡിയകളും പ്ലാനും പദ്ധതി ദൈവത്തിന് എതിരെ നിർത്തുവാൻ ജനത്തിനെ. ക്രിസ്ത്യൻസിന്റെ ജീവിതകാലത്തിന്റെ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ദ അൺഗോഡ്ലി റൂളേഴ്സ്, ഭാവിയിൽ നമുക്ക് വലിയൊരു വിടുതൽ കിട്ടുമെന്ന് വിചാരിച്ച ദ അൺഗോഡ്ലി റൂളേഴ്സ്, എതിർ ക്രിസ്തുക്കൾ, അവരെല്ലാം കടന്നുപോയതായിട്ട് കാണും. നമ്മളെല്ലാം വിചാരിച്ചിരുന്നത് അവരിപ്പോ എന്തെങ്കിലും ചെയ്യും. ചില റൂളേഴ്സ് മനുഷ്യരോട് ഭയങ്കര ഹാർഷായി, അങ്ങനെ അവരുടെ നാശം തന്നെ അവർ കൊയ്യുന്നു. വിശ്വാസികളെ തകർത്ത് കളയുന്നു, ക്രിസ്തുവിൽ അനുയായികളെ തകർത്തുകൾ. അവരെല്ലാം ഒരുമിച്ച് ചേർന്ന് എതിർ ക്രിസ്തുക്കളായിട്ട് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന്റെ എതിരെ പോരാടും. എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങൾ നേടുവാൻ വേണ്ടി ദൈവത്തിന്റെ മക്കളെയും ദൈവത്തിന്റെ രാജ്യത്തിനെ എതിർത്തുകൊണ്ട് അതിന്റെ അവരുടെ കാര്യങ്ങൾ നേടുവാൻ അവരെന്തും ചെയ്യാൻ തയ്യാറായി. ആൻഡ് ദേ ഗേവ് ദ ഹോൾ ഹാർട്ടഡ് സപ്പോർട്ട് ടു ദ ആന്റി ക്രൈസ്റ്റ്. പക്ഷെ അധികം നാള് അവർക്ക് വാഴേണ്ടി വന്നു. 12-13 നമ്മൾ വായിച്ചു. യേശുക്രിസ്തുവിന്റെ എതിരെ നിൽക്കുവാൻ, ദൈവത്തെ എതിർക്കുവാനും നോക്കിയതെല്ലാം നാശക്കുഴിയിലേക്ക് അവർ പോയി. അത് ഇന്നും കാണാം. ദൈവവചനത്തിനെതിരെ എവിടെയെല്ലാം എതിർന്നു നിന്ന രാജ്യം ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ, ക്രിസ്തുവിനെ പറ്റി അറിയുന്നവർ, ക്രിസ്തു അനുയായികൾ എന്ന് പറയുന്നിട്ട് അവസാനം എതിരെ ആ ദൈവത്തിന്റെ പഠിപ്പിച്ച വചനത്തിന്റെ എതിരെ നിന്ന സകലതിനെയും ദൈവം നശിപ്പിച്ചു കളയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. The real power in the kingdoms of the world rest not in the beast. മൃഗത്തിന് അതിൻ്റെ അകത്തൊന്നുമില്ല. എതിർ ക്രിസ്തു അതിന്റെ പുറകെ കിടന്ന് കളിക്കും. പക്ഷെ യുദ്ധം ആരോടാണ്? കുഞ്ഞാടിനോട്, ദ ട്രൂ ക്രൈസ്റ്റിനോട്. ആർക്ക്? എതിർ ക്രിസ്തുക്കൾക്ക്. 14ാമത്തെ വാക്ക് പറയുന്നു. അപ്പൊ വെളിപാട് പുസ്തകത്തിന്റെ 17
പല ഭാഗം 15 മുതൽ 18 വരെ നമ്മൾ വായിക്കുമ്പോഴും നമ്മൾ വായിക്കുന്ന വേറൊരു ഭാഗമാണ്. സത്യത്തിന്റെ ആഴങ്ങൾ മനസ്സിലാക്കാൻ മേലത് പലപ്പോഴും നമുക്ക് തെറ്റിദ്ധാരണകൾ, അതിൻ്റെ അകത്ത് നടക്കുന്ന ചില പ്രവൃത്തികളെയും പൈശാചികമായിട്ടുള്ള പല പ്രവൃത്തികളും ഐഡിയകളും പ്ലാനുകളും കൊണ്ടുവന്നിട്ട് ദൈവത്തിന്റെ മക്കളെ തകർത്ത് കറിയാൻ വേണ്ടിയുള്ള ഈവിൾ അറ്റാക്സ് അഗെയിൻസ്റ്റ് ദ മൈൻഡ്സ് ഓഫ് ദസ് പീപ്പിൾ. അവരുടെ ബുദ്ധികളിലാണ് ഈ യുദ്ധം നടക്കുന്നത്. സാഹചര്യങ്ങൾ ചിന്തിക്കാതെ മനസ്സിലാക്കാൻ വയ്യാത്തവണ്ണം അവരുടെ ബുദ്ധികളെ അടച്ചു കളയുന്നു. ഈ ലോകത്തിന്റെ ചക്രവർത്തിമാർ എന്ന് പറയുന്ന അതിന്റെ പുറകെ കിടക്കുന്ന പ്രവർത്തിക്കുന്ന എതിർ ക്രിസ്തുക്കൾ, എന്നിട്ട് ദൈവത്തിന്റെ എതിരെ അറ്റാക്ക്, ദേ ഡിക്ലെയർ അറ്റാക്ക് അഗെയിൻസ്റ്റ് ഗോഡ്സ് കമാൻഡ്മെന്റ്. 15 മുതൽ 18 വരെ നമ്മൾക്കൊന്ന് വായിച്ചു നോക്കാം. പിന്നെ അവൻ എന്നോട് പറഞ്ഞത്, നീ കണ്ടതും വേശ്യ ഇരിക്കുന്നതുമായ വെള്ളം, നീ കണ്ടതും വേശ്യ എന്ന് പറയുന്നവൾ ഇരിക്കുന്നതുമായ വെള്ളം വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളും അപ്പൊ അതിനെയാണ് ഈ വെള്ളം. നീ കണ്ട 10 കൊമ്പുകളും. കാരണം ഈ വെള്ളം എന്ന് പറയുമ്പോൾ എല്ലാരും വിചാരിക്കും ഫിസിക്കൽ വെള്ളം, പക്ഷെ അല്ല. അവള് ഭരിക്കുന്ന, അവള് കുടികൊള്ളുന്ന, അല്ലെ വാഴുന്ന രാജാക്കന്മാരുടെ ഹൃദയങ്ങൾ, അവളുടെ പ്രൊവിഡൻസ്, ഈ കാര്യങ്ങളൊക്കെ നമ്മളെ മുന്നേ പഠിപ്പിക്കുന്ന എന്താണ്? ഇങ്ങനത്തെ കാര്യങ്ങൾ സാഹചര്യങ്ങളിലും രാജ്യങ്ങളിലും സിറ്റികളിലും ചെല്ലുമ്പോൾ നമ്മളൊന്ന് നോക്കണം, ആരാണ് ഇവിടെ ഭരിക്കുന്നത്, ഇവിടെ എന്തുമാണ് നടക്കുന്നത്, ദൈവമോ പിശാചിന്റെ എതിർ ക്രിസ്തു? അതിനുവേണ്ടിയാണ് ബുദ്ധിയുള്ളവരായി ഇരിക്കുവാൻ പറയുന്നത്. നമ്മളിത് പഠിക്കുമ്പോൾ നമ്മുടെ ബുദ്ധികൾ വളരുന്നു. We will understand what is the purpose. ഇതിന്റെ പുറകിൽ എന്ത് പേർപ്പസ് ആണ് കളിക്കുന്നത്, ആരാണ് ഇതിന്റെ പുറകിൽ? അതിന്റെ ആത്മീയ ഗോളത്തിനെ തൊട്ടു നോക്കുമ്പോൾ നമുക്കറിയാം ആരാണ്. How they have been bewitched and enslaved by the harlot. ജനത്തിനെ അത് ഇൻസ്ട്രുമെന്റ്സ്, ഇത് ചെയ്യാനുള്ള, പ്രവർത്തി ചെയ്യാനുള്ള കരങ്ങൾ അല്ലെ മനുഷ്യരാക്കി ഓർ ഇൻസ്ട്രുമെന്റ്സ് ആക്കി അവരുടെ നാശക്കുഴിയിലോട്ട് വലിച്ചെടുക്കുവാനുള്ള പ്ലാനും പദ്ധതി. അപ്പൊ they have been bewitched എന്ന് പറഞ്ഞ നമ്മളൊരു ഭാഗം വായിക്കുമ്പോൾ ഈ മൃഗത്തിനെ, ഈ സ്ത്രീയെ, ഈ മഹദിയാം പട്ടണത്തെ, ആ രാജ്യത്തിനെ, അത് ഏഞ്ചൽസ് ദൂതൻ വളരെ എക്സ്പ്ലനേറ്ററി ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ദ മിസ്റ്ററി ഓഫ് ദ വുമൺ, ഈ സ്ത്രീ എന്ന് പറയുന്ന ഈ വേശ്യയുടെ അടിസ്ഥാനങ്ങൾ. വെളിപാടിന്റെ 17:7 നമുക്കൊന്ന് വായിച്ച്. ദൂതൻ എന്നോട് പറഞ്ഞത്, നീ ആശ്ചര്യപ്പെടുന്നതെന്ത്? ഈ സ്ത്രീയുടെയും 7 തലകളും 10 കൊമ്പുകളും ഉള്ളതായി അവളെ ചുമക്കുന്ന മൃഗത്തിന്റെയും മർമ്മം ഞാൻ പറഞ്ഞു തരാം. നീ കണ്ട മൃഗമോ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും. മതി. നമ്മളിപ്പോ ഈ സ്ത്രീയെ, ദ ഹാർലറ്റ്, ബാബിലോൺ എന്ന് പറയുന്ന റോം, ബാബിലോൺ കഴിഞ്ഞപ്പോൾ റോം പോയി. വുമൺ, സ്ത്രീ എന്ന് വിളിക്കപ്പെടുന്ന ഈ റോം, അന്നത്തെ മഹതിയെ സൗന്ദര്യമുള്ളതും വളരെ കെട്ടുപാട് ഉറപ്പുമുള്ള ഒരു സ്ത്രീയോട് കമ്പയർ ചെയ്തുകൊണ്ടാണ് റോമിനെ പറഞ്ഞത് ദ ഗോഡസ് ഓഫ് ഐലൻഡ്സ് ആൻഡ് പീപ്പിൾ എന്ന് പറയപ്പെടുന്നത്. അത്ര സൗന്ദര്യമായിരുന്നു റോം. അതുപോലെ തന്നെ സൗന്ദര്യമുള്ള പട്ടണങ്ങൾ വസിച്ചിരുന്ന രാജാക്കന്മാരുടെ ഭാഗങ്ങളാണ് യൂറോപ്പ്. അവളെ ഇറ്റേണൽ എന്ന് വിളിക്കപ്പെടുന്നു. അവൾ ഒരിക്കലും നശിച്ചു പോവുകയില്ല. യുദ്ധത്തിന്റെ രാജാക്കന്മാർ, കോൺകറേഴ്സ്. അവള് ഭൂമിയെ പാപം ചെയ്യാൻ വേണ്ടി പാപത്തെ കൊണ്ട് മറച്ചു കളഞ്ഞു. പക്ഷെ ഷിഫയിൽ ദൈവം ഇടപെട്ടു. എന്നാൽ 15 മുതൽ 18 വരെ നമ്മൾ വായിക്കുമ്പോൾ, നീ കണ്ട 10 കൊമ്പുകളും മൃഗവും വേശ്യയെ ദ്വേഷിച്ച് ശൂന്യയും നഗ്നയുമാക്കി അവളുടെ മാംസം തിന്നുകളയും, അവളെ തീ കൊണ്ട് ദഹിപ്പിക്കുകയും ചെയ്യും. അവസാനം അവളെ തന്നെ തിന്ന് നശിപ്പിച്ചു കളയും. വായിച്ചു. ദൈവത്തിന്റെ വചനം, ഈ രാജ്യങ്ങളെല്ലാം കൂടി ചേർന്നുകൊണ്ട് അവളെ തകർത്ത് കളയും. ദൈവത്തിന്റെ വചനം നിവൃത്തിയാകുവോളം തന്റെ ഹിതം ചെയ്യുവാനും ഒരേ അഭിപ്രായം നടത്തുവാനും തങ്ങളുടെ രാജ്യത്വം മൃഗത്തിന് കൊടുക്കുവാനും ദൈവം അവരുടെ ഹൃദയത്തിൽ തോന്നിച്ചു. അവരുടെ ഹൃദയത്തിൽ ദൈവം കയറി തോന്നിപ്പിക്കുകയാണ്. ദൈവം അവരിലോട്ട് കടന്ന് അവരെ കൊണ്ട് ഭിന്നത തോന്നിപ്പിക്കുകയാണ്. നീ കണ്ട സ്ത്രീയോ ഭൂരാജാക്കന്മാരുടെ മേൽ രാജ്യത്വമുള്ള മഹാനഗരം തന്നെ. കണ്ടോ? ഭൂമിയിലെ സകല രാജാക്കന്മാരുടെ മേളിൽ അധികാരം ഉള്ള മഹാനഗരമാണ് ഈ യൂറോപ്യൻ യൂണിയൻ അല്ലെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. അതിനൊരു തലവനുണ്ട്. പല തലവന്മാരുണ്ടെങ്കിലും ഒരു തലവൻ. ഇന്ന് രാജാക്കന്മാരല്ലെങ്കിൽ അതിന്റെ മിനിസ്റ്റേഴ്സും അതിന് വേണ്ടപ്പെട്ടവരും ഒക്കെയാണ് രാജാവിന്റെ പദവിയിൽ. എന്നാൽ അതിനേക്കാട്ടിലും പദവിയിലാണ് ഇന്നിരിക്കുന്നത്. പൊളിറ്റിക്സ് ഇസ് പൊളിറ്റിക്സ് പ്യുവർ ബേസ്ഡ്. അവരവരുടെ തെറ്റുകള്, കുറ്റങ്ങള്
മറച്ചു വെച്ചിട്ട് ദൈവത്തിനോട് വ്യഭിചാരം കളിക്കും. They use people as an instrument. തകർത്ത് കളയാൻ. അത്ര നിഗൂഢമായുള്ള രീതിയിൽ മാറുന്ന രാജ്യമായിരുന്നു. അവരുടെ ചിന്തകൾ നിറഞ്ഞ രാജ്യമായിരുന്നു ഇന്ന് വീണ് കിടക്കുന്നത്. She reigned over the kings of earth എന്നാ പറയുന്നത്. യോഹന്നാൻ കണ്ട ആ ഒരു വിഷനും റോമിനെ പറ്റി വളരെ അറിയാവുന്ന ഒരു വ്യക്തിയുമായിരുന്നുകൊണ്ട് അത് വളരെ ക്ലാരിറ്റിയോട് എഴുതാൻ പറ്റി. എന്നാൽ വിശ്വാസികൾ they will receive the glory of God. The wicked men will be destroyed in the most awful manner. അവരുടെ സന്തോഷങ്ങളും പാപങ്ങളും എല്ലാം മാറി വാശി, വൈരാഗ്യം, കോപം, കുല, murder അതിലോട്ട് അവർ കടക്കും. And they will kill each other and torment each other. ദൈവം അതിനവരുടെ മനസ്സുകളെ മാറ്റിക്കളയും. That was a great city. അവസാനം അവരെ തന്നെ മ്ലേച്ഛത കളിച്ച് തമ്മി നശിപ്പിക്കും. അങ്ങനെ ഒരു വലിയ ഭാഗമാണ് റോമൻ സാമ്രാജ്യത്തെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. ക്രിസ്തുവിലെ വിശ്വാസികൾക്ക് ദൈവത്തിന്റെ നീതി ലഭിക്കും. അവിടുത്തെ പൈശാചിക ബന്ധമുള്ള all wicked men, നീതിമാന്മാരല്ല, ദുഷ്ട മനുഷ്യരെ, ദുഷ്ടൻ പ്രവർത്തിക്കുന്ന മനുഷ്യരെ, they will be destroyed in an awful manner എന്ന് പറയും. അവര് പാപത്തിൽ ഒരുമിച്ച് ചേരും. എന്നിട്ട് അവർ ഒരുമിച്ച് they turn back to the hatredness and rage. എല്ലാം ഓരോ ദുരാത്മാക്കളാണ്. പഠിക്കുന്ന പലതും നമ്മൾ പഠിക്കുന്ന പല ദുരാത്മാക്കളെ പറ്റിയാണ്. And they will eagerly assist in the tormenting each other. അവസാനം തമ്മിൽ ടോർമെന്റ് ചെയ്യാൻ അവരുടെ മനസ്സുകളെ ദൈവം അവരുടെ കയ്യിൽ തന്നെ കൊടുക്കും. പക്ഷെ ദൈവത്തിന്റെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന്റെ ഭാഗമാണ്. His counsel will stand and he will do all his pleasure to his glory and the happiness of all his servants. ദൈവത്തിന്റെ മക്കൾക്ക് സമാധാനം, സന്തോഷം ഉണ്ടാക്കേണ്ട സകല വഴികളും ദൈവം തുറന്നിട്ട് വെച്ചത് ദുഷ്ടന്റെ വഴികളെ അടച്ച് അവരെ തമ്മി ഭിന്നതയാക്കേണ്ടതിന് ദൈവം പോഷ്കിന്റെ ചിന്തകളുള്ള ആലോചനകളേക്ക് മാറ്റിക്കളയും. God will give them up to debased mind of destruction. അവരുടെ ബുദ്ധികൾ തുറക്കുകയില്ല, അവരുടെ ചിന്തകൾ മാറത്തില്ല, അവരുടെ ആലോചനകൾ അവരെ തന്നെ തകർക്കും. എന്ത് ചെയ്യണമെന്നും അറിയാതെ വേവലാതി പിടിച്ച് നടക്കുന്ന ഈ സമയത്ത് ദൈവം ഇടപെടും. അങ്ങനെ ലോകത്തിന്റെ വ്യത്യാസം ഉണ്ടാകുന്ന കാലഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതിന്റെ ആഴത്തിലോട്ട് നമുക്ക് ഇറങ്ങി നോക്കാം. എന്തുവാണ് അവർ ഉദ്ദേശിക്കുന്നത്? യോഹന്നാന്റെ ഈ ഭാഗം നമുക്ക് കുറച്ച് ആഴത്തിലേക്ക് ചിന്തിക്കാം. ദൈവം പറയുന്ന പല കാര്യങ്ങളുണ്ട്. നമ്മൾ അതിന്റെ ഹിസ്റ്റോറിക്കൽ എവിഡൻസ് എടുക്കുന്നതാണ് ഫ്യൂച്ചറിസ്റ്റിക് എടുക്കുന്നത്. കാരണം പിശാചിന്റെ തന്ത്രങ്ങളെ കുറിച്ച് നിങ്ങൾ അറിവില്ലാത്തവരായി. വെളിപാടിന്റെ 17:1 യോഹന്നാൻ പറയുന്നത് വായിച്ചേ. പിന്നെ 7 കലശങ്ങളുള്ള 7 ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് സംസാരിച്ചു. 7 കലശങ്ങളുള്ള
ഏഴ് ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് സംസാരിച്ചു, വരിക, ഭൂമിയിലെ രാജാക്കന്മാരോട് വേശ്യാവൃത്തി ചെയ്ത് തന്റെ വേശ്യാവൃത്തിയുടെ മദ്യത്താൽ ഭൂവാസികളെ മത്തരാക്കിയവളായ പെരുവെള്ളത്തിന്മീതെ ഇരിക്കുന്ന, പെരുവെള്ളം രാജ്യങ്ങള് ചേർത്ത് വെച്ച് ഭരിച്ചുകൊണ്ടിരിക്കുന്ന മഹാവേശ്യയുടെ ന്യായവിധി ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അവളുടെ കറപ്ഷൻ, റിലീജിയസ് കറപ്ഷൻ, പൊളിറ്റിക്കൽ കറപ്ഷൻ, അതുപോലെ തന്നെ ഡോക്ട്രിനൽ കറപ്ഷൻ, ഫോൾസ് റിലീജിയൻസ് ലോകം മുഴുക്കെ അവൾ അടക്കി ഭരിക്കുവാൻ നോക്കും. എന്നാൽ അതിലുള്ള മ്ലേച്ഛത മനുഷ്യനെ, ജഡീകമായിട്ടുള്ള സെക്ഷുവൽ ഇമ്മോറാലിറ്റി മനുഷ്യനെ വളരെ ആകർഷിച്ചുകൊണ്ട് അതിനു വേണ്ടിയ സകല കണക്ഷൻസ് ഉള്ളതാണ്. ഒന്ന് ലിക്കർ, അവരുടെ ബുദ്ധികളെ മാറ്റിയെടുക്കുക, അവരുടെ ചിന്തകളെ മാറ്റുക. ഈ ഒരു ഇലക്ട്രിക് റിലീജിയൻ ഇതിനെപ്പറ്റി പറയാം, ഓർ എക്യുമെനിക്കൽ മൂവ്മെന്റ്. നമ്മളെല്ലാം ഒന്ന്, ഓൾ ഇൻ ക്രൈസ്റ്റ് ആൻഡ് ക്രൈസ്റ്റ് ഇൻ ഓൾ. ക്രിസ്തു എല്ലാ ദൈവങ്ങളിലും, ദൈവങ്ങളെല്ലാം ക്രിസ്തു. അതാണ് എക്യുമെനിക്കൽ അല്ലെങ്കിൽ ന്യൂ ഏജ് റിലീജിയൻ. ഇത് തുടങ്ങിയിട്ട് പണ്ട് മൂലയുണ്ട്. പ്രൊട്ടസ്റ്റന്റിസം, റോമനിസം, റോമൻ കാത്തലിക്, വേൾഡ് റിലീജിയൻസ്, അങ്ങനെ പലതും ലോകത്ത് ഇറങ്ങി വന്നു. എന്നാൽ അപ്പോസ്റ്റൽ പോൾ തിമോത്തിയോട് അതിനെപ്പറ്റി പറയുന്നു. ഒത്തിരി പേര്, മെനി വിൽ ഡിപ്പാർട്ട് ഫ്രം ദ ട്രൂത്ത് ആൻഡ് ഫ്രം ദ ഫെയ്ത്ത്. ദൈവത്തിനോടുള്ള നമ്പിക്ക വിട്ട് അനേകർ വിട്ടുപോകും. എന്നിട്ട് വ്യാജത്തിന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളുടെ പുറകെ പോകും. ഡിസീറ്റ്ഫുൾ സ്പിരിറ്റ്സ്, വെറുതെ ദുരാത്മാക്കളെ പറ്റി പഠിപ്പിച്ചുകൊണ്ട് അതിന്റെ പുറകെ പോകുന്നു. കള്ളപ്രവാചകന്മാരുടെ പുറകെ, കള്ളപ്രവർത്തനത്തിന് പുറകെ, ക്രിസ്തുവിന്റെ ഗഡസർപ്പത്തിന്റെ അധികാരമായിട്ടുള്ള കാര്യങ്ങളെ പറ്റി പഠിച്ചുകൊണ്ട് തിയോളജി പഠിക്കുക. And the consciousness are just seared up. The rise of anti-Christian religion. 1 യോഹന്നാന്റെ 2:18 നമ്മൾ വായിക്കുമ്പോൾ, 1 യോഹന്നാന്റെ 2:18 നമ്മൾ വായിക്കുമ്പോൾ നമുക്കത് വായിക്കാൻ പറ്റും. Children, it is the last hour. 1 യോഹന്നാന്റെ 2:18. കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴികയാകുന്നു. എതിർ ക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. പണ്ടേ 2000 വർഷം മുമ്പ് ഇത് എഴുതി വെച്ചിരിക്കുന്നു. ഇപ്പോൾ അനേകം എതിർ ക്രിസ്തുമാർ എഴുന്നേറ്റിരിക്കുന്നതിനാൽ അന്ത്യനാഴിക ആകുന്നുവെന്ന് നാം അറിയുന്നു. അപ്പം അതുപോലെ 1 തിമോത്തി 4:1 2. എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജത്തിന്റെ ആത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും സ്പിരിറ്റ്സിനെ അവർ യൂസ് ചെയ്ത്, ശമൂവേലിന്റെ പുസ്തകത്തൊക്കെ വായിക്കുമ്പോൾ ഇത് കാണാൻ പറ്റും. അവരെ മരിച്ചുപോയ ആത്മാക്കളെ വിളിച്ച് സംസാരിച്ച് ദുർഭൂതങ്ങളുടെ പുറകെ പോകും. ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ശ്രദ്ധിച്ച് വിശ്വാസത്തിൽ നിന്ന് പിന്മാറുമെന്ന് ആത്മാവ് വ്യക്തമായി പറയുന്നു. യെസ്, അതുകൊണ്ടാണ് സൂക്ഷിച്ചോളാൻ പറയുന്നത്. കാപട്യത്താൽ വ്യാജം പറയുന്നവരുടെ മനസാക്ഷി ചുട്ടുപഴുത്ത ഇരുമ്പ് കൊണ്ട് എന്ന പോലെ കത്തിക്കരിഞ്ഞിരിക്കുന്നു. കണ്ടോ, അത്രയ്ക്ക് മാറ്റമാണ് മനുഷ്യന്റെ ചിന്തകൾ ഉണ്ടാക്കി വെച്ചത്. എന്നാൽ ജൂഡിന്റെ പുസ്തകത്തിന്റെ 1:4 വായിച്ചു. ജൂഡിന്റെ പുസ്തകത്തിൽ 1:4. നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്കായി ഉപയോഗിക്കുകയും ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുകയും ചെയ്യുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു കയറിയിരിക്കുന്നു. എവിടെ? അവരുടെ ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതപ്പെട്ടതാണ് ഓൾറെഡി. അവരിത് തകർക്കുവാൻ, ദൈവത്തിന്റെ
സത്യത്തെ കൃപയെയും നശിപ്പിക്കുവാൻ മനുഷ്യന് സ്നേഹമില്ലാതെ മാറ്റിക്കളവേണ്ട സ്നേഹസദ്യയിൽ മറഞ്ഞു കിടക്കുന്ന കല്ലുകളാണ് ഇവർ. Ungodly people who pervert grace of our God, sensuality, and deny our only Master, the Lord Jesus Christ. ചിലപ്പോൾ നമ്മൾ കേൾക്കാം, എല്ലാ സഭകളും കൂടെ ഒരുമിച്ച് ചേർന്നു. പിന്നെ അതിനകത്ത് അടിയാണ്, ആര് പ്രസംഗിക്കും, ആർക്ക് ചേർ കൊടുക്കും, എത്ര പ്രസംഗം. ചിലത് എല്ലാരെയും ഒന്ന് ഒതുക്കി നിർത്താൻ എല്ലാവർക്കും 5 മിനിറ്റ് 2 വാക്ക് പ്രാർത്ഥിക്കും. അപ്പോഴത്തെ കയറി ഹല്ലേലൂയ കർത്താവേ സ്തോത്രം എന്ന് പറയാം. അതിലൊന്നും കാര്യമില്ല. ഈ ഒരുമിച്ച് കണ്ട സഭയ്ക്കായ കർത്താവേ സ്തോത്രം. ദൈവമല്ല കൊണ്ടുവന്നിരിക്കുന്നത്, നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുത്തതല്ലേ ഈ രൂപത. എ ഫോൾസ് ഫെയ്ത്ത്, ദ ഇൻവെൻഷൻ ഓഫ് എ ന്യൂ റിലീജിയൻ എന്ന് വെച്ചാൽ പെട്ടെന്ന് എല്ലാരും ചേർന്നുകൊണ്ടുള്ള ഒരു ആരാധന. ആര് തമ്മി അവര് തമ്മിൽ സ്നേഹമില്ല, ഇവിടുന്ന് അവിടെ പോകല്ലേ അവിടുന്ന് ഇവിടെ പോകല്ലേ എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാം കൂടെ ചേർന്ന ഒരു ആരാധന. ആരെയാ? ദൈവത്തെയോ? സ്നേഹമില്ലാത്തതൊരു ആരാധന. കണ്ടാൽ കൊല്ലാനിരിക്കുന്നവർ തമ്മിലെ ആരാധന. ഏത് ആരാധന? They will combine religions. ഈ ബാങ്കുകൾ തമ്മിൽ ചേരുന്നവർ. The apostasy that began in the first century, അത് തിരിച്ച് അതുപോലെ തന്നെ വളരാൻ തുടങ്ങും. നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ ഒന്നുകൂടി ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ ന്യായവിധി ബാബിലോണിന്റെ മുകളിൽ ഇറങ്ങിയതുപോലെ തന്നെ മഹദിയാൻ ബാബിലോണെ നശിപ്പിച്ചതാണ് റോമിന്റെ മുകളിൽ ഇറങ്ങി, പല രാജ്യങ്ങളുടെ മുകളിൽ ഇറങ്ങി. ദൈവത്തിന്റെ ക്രോധമധ്യം അനേകരെ കൊണ്ട് കുടിപ്പിച്ചു. പക്ഷെ ഇതുകൊണ്ടൊന്നും കാര്യമുണ്ടായി. വീണ്ടും അവർ പുതിയ വഴികൾ അവർ കണ്ടെത്തി, തേടിയെത്തി, അതിൽ കൂടെ വീണ്ടും നുഴഞ്ഞു കയറുവാൻ തുടങ്ങി. സെക്ഷലി ഇമ്മോറൽ ആയിട്ടുള്ള സ്ത്രീയും ന്യായവിധിക്ക് കീഴ്പ്പെട്ടുകൊണ്ടുവരുന്ന സ്ത്രീയും ഈ സകലതിനെ പിന്നെ ദൈവം തകർക്കുകയാണ്. ഇതിന്റെ ആഴങ്ങൾ പല രാജ്യങ്ങളിൽ പല ഡോക്ടറിൻസ്, പല ഗവർണേഴ്സ് അവരുടെ പല അടിസ്ഥാനങ്ങളും പഠിച്ചു വന്നപ്പോൾ മനസ്സിലാക്കേണ്ട വേറെ ഭാഗമാണ് ഈ സ്ത്രീ എന്ന് പറയുന്ന വെളിപാട് പുസ്തകത്തിൽ പറയുന്ന ഈ സ്ത്രീ. വാട്ടേഴ്സ് യു സോ, നീ കണ്ട വെള്ളം എന്തുമായിരുന്നു എന്ന് പറയുന്നു. പീപ്പിൾ, മൾട്ടിറ്റ്യൂഡ്, നേഷൻസ് ആൻഡ് ലാംഗ്വേജസ്. അപ്പൊ ഈ സ്ത്രീ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? She rules in the minds of all these kings. അവരുടെ മനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അവളുടെ അതോറിറ്റി അവരിലേക്ക് ഇറക്കുന്നു. And she becomes a part. The spirit Jezebel is the spirit that becomes a part that controls men, that destroys families and destroys the kingdom, and people will have to pay homage to her. അവളെ ആരാധിക്കണം, അവളെ വാഴ്ത്തണം, അവളെ ഉയർത്തിപ്പിടിക്കണം, അവൾക്ക് സാരി ഉടിപ്പിക്കണം, ചെരുപ്പിടിക്കണം. സാത്താൻ എല്ലാം ഇതിന്റെ പുറകിൽ നിന്ന് പ്രവർത്തിക്കുന്നത് മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റിക്കണം. നമുക്ക് യുദ്ധമുള്ളത് ജഡരക്തങ്ങളോടല്ല. And we will enjoy the pleasures of the sin of the season. ഹെബ്രായരുടെ 11:25 നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഹെബ്രായരുടെ 11:25. പാപത്തിന്റെ ക്ഷണിക സുഖങ്ങളെക്കാൾ ദൈവജനത്തോടു കൂടെ കഷ്ടത അനുഭവിക്കുന്നതിനാണ് അവൻ ഇഷ്ടപ്പെട്ടത്. പ്രതിഫലം പ്രതീക്ഷിച്ചിരുന്നത് കൊണ്ട് മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന് വേണ്ടി സഹിക്കുന്ന നിന്ദകൾ വലിയ ധനമായി അവൻ കരുതി. കണ്ടു. The woman you saw in the great city that has an empire over the kings of earth എന്നാണ് പറയുന്നത്. വേഴ്സസ് 18. നീ കണ്ട സ്ത്രീയോ ഭൂരാജാക്കന്മാരുടെ മേൽ രാജ്യത്വമുള്ള മഹാനഗരം തന്നെ. മഹാനഗരം തന്നെ. അതാണ് റോമൻ കാത്തലിക്, റോം, ലാറ്റിൻ റോം, ജെറുസലേം, false religious system or even the city of Babylon. അപ്പൊ ഈ കൾച്ചറിന്റെ ഒരു ഭാഗമായി തീരുവാൻ ഭയങ്കര പ്രസ്റ്റീജ് ആണ്. ഇന്നും അതുപോലെ തന്നെ they will create a religion that will oppose the God. വെളിപാടിന്റെ 2:20 പറയുന്നത് വായിക്കുമ്പോൾ, എങ്കിലും താൻ പ്രവാചക എന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിക്കുവാനും പ്രവാചിക എന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിക്കുവാനും വിഗ്രഹാർപ്പിതം ഭക്ഷിക്കുവാനും എന്റെ ദാസന്മാരെ അവൾ ഉപദേശിക്കാൻ തുടങ്ങും. തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയുവാനുണ്ട്.
കണ്ടോ, അത് തുയതേറിലെ സഭയോട് പറയുന്നതാണ്. The sinners at Thyatira. ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല. ഞാൻ അവളെ കിടപ്പിലും അവളുമായി വ്യഭിചരിക്കുന്നവരെ അവളുടെ നടപ്പ് വിട്ട് മാനസാന്തരപ്പെടാതിരുന്നാൽ വലിയ കഷ്ടതയിലും ആക്കിക്കളയും. അതാണ് ജിസബലിനെ പറ്റി പറയുന്നത്. ആഹാബിന്റെ ഭാര്യ ജിസബലിന്റെ സ്വഭാവം. അവളുടെ മക്കളെയും ഞാൻ കൊന്നുകളയും. ഞാൻ മനസ്സുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവനെന്ന് സകല സഭകളും അറിയും. സകല സഭകളും അറിയും. നിങ്ങളുടെ പ്രവർത്തിക്ക് തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് ഏവർക്കും പകരം ചെയ്യും. ഒന്നിനെയും വിടത്തില്ല, ആരെയും വിടത്തില്ല. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. സ്വർഗീയ പിതാവായ ദൈവമായി ഞങ്ങളുടെ കർത്താവേ, നിന്റെ ക്രോധം എത്രയോ വലുത്. മനുഷ്യൻ എന്തുമാത്രം ഭയക്കണം. ഈ കേട്ട വചനം ഞങ്ങളുടെ മനസ്സിൽ when we visualize, കർത്താവെ, ഞങ്ങളെ കാണുന്ന നീ എത്രയോ കൃപയും കരുണയും സ്നേഹവും നിറഞ്ഞ ദൈവമാകുന്നു. ഞങ്ങളുടെ അബ്രഹാമിന്റെ കൂട്ടുകാരനായതുപോലെ ഞങ്ങളെ സഹായിക്കുന്ന ദൈവം. പിതാവായ ദൈവമേ, ഈ വചനം നിന്റെ മക്കളിൽ ക്രിയ ചെയ്ത് അവരുടെ പല ഭാഗങ്ങൾക്കും വിടുതൽ കൊടുക്കണമേ. ഫ്രം എവറി ഡോക്ട്രിൻ, ഫ്രം എവറി റിലീജിയസ് ഫനാറ്റിസം, ഡോക്ട്രിനൽ ഒബ്സഷൻസ്, പൈശാചിക ബന്ധനങ്ങൾ, ക്രിസ്തുവിന്റെ പേരിൽ നുഴഞ്ഞു കയറുന്ന പൈശാചിക ബന്ധനങ്ങളും, ലോ ഓഫ് ക്രീച്ചേഴ്സ്, ലോ ഓഫ് നേഷൻസ് ആൻഡ് റിലീജിയൻസ്, കോംപ്രമൈസിങ് ഓൺ ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവവചനത്തിന് മുകളിലുള്ള കോംപ്രമൈസ്, ഇതിനെല്ലാം അഴിച്ചു കളഞ്ഞ് ലോർഡ് set them free from the powers of darkness of this Jezebel who controls the minds. Unlock it from their minds. Release it from their minds in Jesus Christ's name. We bless each and everyone who heard the word. By the power of the Holy Spirit, they may manifest in them. അവർ കൂടെ അത് പ്രവർത്തിച്ച് സകല കുടുംബങ്ങളെ മക്കളെയും തിരിച്ച് we plunder the back from the darkness in the name of Jesus Christ. Amen. And the people of God said amen. So ഈ കേട്ട വചനം നിങ്ങൾ പ്രവർത്തിക്കുമാറാകട്ടെ. ഇനി കണ്ടുമുട്ടുവോളം ഇതിൽ ധ്യാനിക്കുക, ചിന്തിക്കുക, and be blessed.